പ്രതികരിക്കാണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? പിന്നെ 90 ദിവസത്തെ എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടുമുണ്ട്. അതെ, പറ്റിച്ച് ജീവിക്കാം. എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയുള്ളൂ. അത് എന്റെ മിടുക്ക്. പറ്റിക്കാനായിട്ട് നീക്ക് നിന്നിരുന്നത് എന്തിനാണ്? മേലാൽ ഇങ്ങനത്തെ വർത്താനം കൊണ്ട് എന്റെ മെസ്സേജ് എങ്ങാനും അടിക്കാമെങ്കിലുണ്ടല്ലോ. അതെ, ഞാൻ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ, താൻ കൂടുന്നുണ്ടോ? ആയോ, ഞാൻ സ്ഥലം പറഞ്ഞുതരാം. ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വേണ്ടിട്ട് താൻ നിക്കരുത് കേട്ടോ. ഇത്രയും നാളെ ഞാൻ പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് എന്റെ മെക്കട്ടോട്ട് ആവശ്യമില്ലാത്ത കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഏതവനാണെങ്കിലും പറയാനുള്ളത് ഞാൻ തരും. കാര്യം അറിയാവുന്ന എന്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നിക്കരുത്. തന്റെ ഒന്നും കാശ് വാങ്ങിച്ചിട്ടല്ലല്ലോ ജീവിക്കുന്നത്. ഹായ്, ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാർത്തിക പ്രദീപ്. അതായത് മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നത് ഒരു രസമായി കണക്കാക്കുന്ന, അല്ലെങ്കിൽ അത് തൻ്റെ മിടുക്കാണെന്ന് കൊട്ടിഘോഷിക്കുന്ന, വിളംബരം ചെയ്യുന്ന, പറ്റിക്കപ്പെടുന്ന വ്യക്തികളുടെ അടുത്ത് തന്നെ ഈ പറയുന്ന ഇത്തരത്തിൽ സംസാരിച്ച് ഒരു ദാക്ഷിണ്യവും കൂടാതെ പറയാൻ കഴിയുന്ന അത്രയും തൊലിക്കട്ടിയുള്ള ഒരു ചെന്നായി എന്ന് വേണമെങ്കിൽ വിശേഷിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിൽ കുറഞ്ഞൊരു കാര്യം അവർക്ക് ഉപമ കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാര്യമാണ്. അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിഞ്ഞ കാര്യമായിരിക്കും. വിസ തട്ടിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ ജോലി, UK, ഈ പറയുന്ന ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ആൾക്കാരെ പറ്റിച്ച ഒരു പരിപാടി എന്ന് പറയുന്നത്, കോടികളാണ് തട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത്. ഇവളുടെ ഈ പറയുന്ന കൺസൾട്ടൻസിയുടെ പേരെന്ന് പറയുന്നത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നാണ്. അതിൻ്റെ CEO ആയിട്ടാണ് ഇവൾ അറിയപ്പെടുന്നത് എന്നൊക്കെ പറയുന്നത്. അതായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പറയപ്പെടുന്നത് ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി വാഗ്ദാനം ചെയ്തുകൊണ്ട് ലക്ഷങ്ങളാണ് മേടിച്ചെടുത്തുകൊണ്ടിരുന്നത്. 3 to 8 lakhs മേടിച്ചുകൊണ്ടിരുന്നതെന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും തൃശ്ശൂർ സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു പരാതിന്മേലാണ് കൊച്ചി സെൻട്രൽ പോലീസ് ഇവൾക്കെതിരെ ഈ പറയുന്ന നിയമ നടപടിയൊക്കെ സ്വീകരിച്ചിട്ട് ഇവളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. അവളുടെ കൊച്ചിയിലെ സ്ഥാപനത്തിന് ലൈസൻസ് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം എന്ന് പറയുന്നത്. തിരുവനന്തപുരം, ഈ പറയുന്ന കൊച്ചി, അല്ലെങ്കിൽ അതിലപ്പുറത്തേക്ക് കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ നിരവധിയായിട്ട് പത്തനംതിട്ട, നിരവധി സ്ഥലങ്ങളിൽ 100-ലധികം പേരാണ് ഇവൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുള്ളത്. കൊച്ചിയിൽ മാത്രം ഏകദേശം 30 ലക്ഷത്തിലധികം രൂപ പറ്റിച്ചുകൊണ്ടാണ് ഇവൾ മുങ്ങിയതെന്ന് പറയുന്നത്. ആദ്യം കോഴിക്കോട് നിന്നുള്ള പോലീസ് അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്. പത്തനംതിട്ട സ്വദേശിനിയാണ്. ഇവൾ പറയുന്നത് യുക്രൈനിൽ നിന്ന് MBBS പഠനമൊക്കെ പൂർത്തിയാക്കിയതാണ്, ഇത്തരത്തിലൊക്കെയാണ് പറയപ്പെടുന്നതെന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും തൃശ്ശൂർ സ്വദേശിനിയോട് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അതായത് UK സോഷ്യൽ വർക്കർ അത്തരത്തിൽപ്പെട്ട ഒരു ജോലി അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് 2024 ഓഗസ്റ്റ് 16 ഡിസംബർ ആ ഒരു കാലയളവിൽ ബാങ്ക് ഇടപാട് വഴി അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാട് വഴിയൊക്കെ അവരിൽ നിന്ന് 5,23,000 സംതിങ് രൂപ മേടിച്ചെടുക്കുകയും പിന്നീട് അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള അതിനെക്കുറിച്ച് ഒരു നിലപാടും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ, അല്ലെങ്കിൽ മറുപടി ഒന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലാണ് സംശയം തോന്നി ഇത്തരത്തിലൊരു പരാതിയിലേക്ക് പോകുന്നത്. അപ്പം നിരവധി പേരാണ് ഇതിൻ്റെ കൂടെ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ തട്ടിച്ചതായിട്ട്. അത്രയും തട്ടിപ്പ് നടത്തി ഒരു വീരത്തെയാണ് ഇത്തരത്തിലുള്ള ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്നിരുന്ന ഡയലോഗ് അടിച്ചെന്ന് ആലോചിക്കണം. പരാതി പറയുന്നവനെ ഇത്തരത്തിൽ വെല്ലുവിളിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ പറയുന്ന ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ഇത്തരത്തിൽ പറയാൻ കഴിയുന്നതിനൊക്കെ പറയുന്ന സമ്മതിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പുറത്തേക്ക് ഇൻസ്റ്റഗ്രാമിനകത്ത് ഈ പറയുന്ന സിനിമാ താരങ്ങളടക്കമാണ് ഫോളോ ചെയ്യുന്നത്. ഇത് ആദ്യം തുടങ്ങുന്ന സമയത്ത് 13,000 ഫോളോവേഴ്സാണ് ഉണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും അത് കൂടി കാണാം. റീൽസ്, ബാക്കി കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സപ്പോർട്ടേഴ്സാണ് ഒക്കെ ഉള്ളതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയുന്ന കാര്യമാണ് ഇതിനിടയിൽ തന്നെ പല ഇത്തരത്തിലുള്ള കൺസൾട്ടൻസീസ് വന്നിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ആൾക്കാരെ, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് മറ്റ് കൺട്രീസിലേക്ക് പോകുന്ന. കാരണം നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, മറ്റ് ഇവിടുത്തെ ജോലി നേടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ ഒരു എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ഒക്കെ പൂർത്തിയായതിനു ശേഷം മറ്റ് രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല തരത്തിലുള്ള സാലറി, അല്ലെങ്കിൽ ഈ പറയുന്ന ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആകാൻ പറ്റും എന്ന തരത്തിൽ ചിന്തിച്ച് അതുമായി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാർ, ഒരു കൂട്ടം എന്നല്ല നല്ലൊരു കൂട്ടം ആൾക്കാർ നമ്മുടെ ന്യൂ ജനറേഷൻ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഈ പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നോക്കി നടക്കുന്നതെന്ന് പറയുന്നത്. എവിടെ, എത്തരത്തിൽ, എത്ര രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ പറ്റും, നല്ല ഈ പറയുന്ന ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും, നമുക്ക് എങ്ങനെ ഒന്ന് ലൈഫ് സെറ്റിൽ ആകാം എന്ന് നോക്കി നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഠിത്തത്തിൽ ഭയങ്കര ബ്രില്യൻസ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ എല്ലാ തരത്തിലും നല്ല രീതിക്ക് IQ ലെവലിൽ മുന്നിൽ നിൽക്കുന്ന കുറേയധികം പിള്ളേർ, പക്ഷേ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് കടിക്കുന്ന പാമ്പിനെ മേടിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, അതുമായിട്ട് മുന്നോട്ട് വന്നത്. കാരണം ഇത്തരത്തിൽപ്പെട്ട വ്യാജ ഇത്തരത്തിലുള്ള മാർഗങ്ങൾ വഴി, അല്ലെങ്കിൽ വിസ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകൾ ഇപ്പോൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇവരൊന്നും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാതെ ഈ പൈസ ഇട്ട് കൊടുക്കുന്ന പരിപാടി, അല്ലെങ്കിൽ ഈ ഒരു കൺസൾട്ടൻസി ശരിയാണോ, ഇതിന് ലൈസൻസ് ഉണ്ടോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കറക്റ്റ് ആണോ എന്ന് പോലും ഒന്ന് എന്താ പറയുന്നത് ഒന്ന് ചെക്ക് ചെയ്യുക പോലും ചെയ്യാതെ ഇത്തരത്തിലുള്ള ആൾക്കാരെ വിശ്വസിച്ച് ഈ കുഴിയിലേക്ക് ചെന്ന് ചാടുന്നു എന്ന് തോന്നുന്ന സമയത്ത്
അല്ലെങ്കിൽ അറിയുന്ന സമയത്താണ് ഈ പിള്ളേരൊക്കെ ഈ പറയുന്ന പഠിത്തത്തിലും ബാക്കി കാര്യങ്ങളിലും മാത്രമേ ഇവർക്ക് ഈ പറയുന്ന വിവരമുണ്ട്. അതിലപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കപ്പെടുന്നില്ല. ഒരുപക്ഷെ ലൈഫ് ഒന്ന് സെറ്റിൽഡ് ആക്കാനുള്ള ആ വ്യഗ്രതയിൽ പറ്റിപ്പോകുന്ന അമളികളായിരിക്കാം. പക്ഷെ ഇനിയുള്ളവർക്കെങ്കിലും ഇതുപോലെ വാർത്തകൾ കാണുന്ന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് ചാടാതിരിക്കുക. നമ്മുടെ നാട്ടിലും ഒരുപാട് തരത്തിലുള്ള സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസ് പല തരത്തിലുള്ളുണ്ട്. നമ്മുടെ അത്രയും ലെവലിൽ പഠിച്ചിറങ്ങുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, പിന്നെ വെളിയിലേക്ക് പോകുന്നതും പോകാതിരിക്കുന്നതും ഓരോരുത്തരുടെ ചോയ്സാണ്, അത് അവരുടെ കാര്യങ്ങളാണ്. പക്ഷെ അത് ഒരിക്കലും ഇത്തരത്തിലുള്ള കാരണം പല കുട്ടികളും ഈ പറയുന്ന സാധാരണ ലെവലിൽ പഠിച്ചു വന്ന സാധാരണക്കാരായിട്ടുള്ളവരുടെ മക്കളായിരിക്കും. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബം രക്ഷപ്പെടുത്താം എന്നുള്ള നിലയിലേക്ക് ഈ വലയിൽ ചെന്ന് ചാടിയിട്ട് കുടുംബം അടക്കം ഈ ഒരുപക്ഷെ ലോണ് ബാക്കി കാര്യങ്ങളിലൊക്കെ കടന്നിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർക്ക് പൈസയും മറ്റും കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു തട്ടിപ്പിൽ പെട്ടതിന് ശേഷം ഇതിന്റെ കേസ് ബാക്കി പിന്നാലെയുള്ള പൊല്ലാപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി വർഷങ്ങളാണ് എടുക്കുക എന്ന് പറയുന്നത്. ആ പൈസ ഒന്ന് തിരിച്ചു കിട്ടാൻ അല്ലെങ്കിൽ തിരിച്ചു കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പോലും പ്രതീക്ഷയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നിൽക്കാനുള്ളൊരു സ്റ്റെബിലിറ്റിയാണ് അവിടെ ഇല്ലാതാവുന്നതെന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്വയം ഈ പറയുന്ന അറിയാതെ കുഴി തോണ്ടുക എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് കുഴി തോണ്ടുക എന്നൊക്കെ പറയുന്ന ഒരു തരത്തിലേക്ക് പോകുന്ന തരത്തിലാണ്. അപ്പം പക്ഷെ എനിക്ക് ഇവർ വോയിസ് കേട്ട സമയത്ത് ഉണ്ടായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും ഒരു ഉളുപ്പും ഇല്ലാതെ ഇതുപോലെയൊക്കെ സംസാരിക്കാം. നമ്മൾ ഒരു ഡിസ്ക്രിമിനേഷൻ ഒന്നും അല്ല നടത്തുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഒരു പെണ്ണിനൊക്കെ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ എത്തരത്തിൽ കഴിയുന്നു എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് തൊലിക്കട്ടി സമ്മതിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ പെൺവർഗത്തിൽ പെട്ടുപോയതിന് ചില സമയത്ത് ഇതുപോലുള്ള സ്ത്രീകൾ നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് കാണുന്ന സമയത്ത് നമുക്കൊരു വെറുപ്പ് തോന്നുമെന്ന് പറയില്ലേ, ഒരു അപകർഷതാബോധം എന്നൊക്കെ, അത്തരത്തിലൊരു ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഒക്കെ തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങളൊക്കെ വോയിസും ബാക്കി കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് പറയാനുള്ളത്, ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ ജോലി അന്വേഷിച്ച് വെളിനാട്ടിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് ഒന്നിൽ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അടുപ്പമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത്തരത്തിൽ ഗവൺമെന്റിന്റെ കൃത്യമായിട്ടുള്ള എന്താ പറയുന്നത് ഓതറൈസ്ഡ് ആയിട്ടുള്ള അത്തരത്തിലുള്ള കമ്പനീസ് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കമ്പനീസുമായിട്ട് കൺസൾട്ടൻസി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അതിലൊരു ക്ലാരിഫിക്കേഷനൊക്കെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം കൃത്യമായിട്ട് പൈസ അല്ലെങ്കിൽ നിങ്ങളുടെ രേഖകൾ പോലും കൊടുക്കുന്ന ഒരുപക്ഷെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പൈസ പോകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന പേഴ്സണൽ ഡേറ്റാസ് എന്ന് പറയുന്നത് ഭയങ്കര വിലപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് വെച്ചിട്ടുള്ള കളികൾ ഒരുപാട് നടക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ ഒരുപാട് വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ ഓരോ വ്യക്തിഗത വിവരങ്ങൾ വിറ്റ് കാശ് വാങ്ങിക്കുന്ന തരത്തിലേക്ക്, അത് പിന്നീട് ഭയങ്കര കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ ഡേറ്റാസ്, ബയോഡേറ്റാസ്, ബാക്കി കാര്യങ്ങൾ, നമ്മുടെ ഓരോ റെക്കോർഡ്സ്, ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ടായിരിക്കണം ഓരോ കാര്യങ്ങളും ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കേണ്ടത്. കാരണം നമ്മുടെ ഭാവിയാണ്, നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ചതിക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തോന്നില്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറെ ചിന്തകൾ മാത്രമായിരിക്കും. അവരുടെ കുടുംബം, അവരുടെ ജീവിതം, അവരുടെ സന്തോഷം, അവരുടെ ജീവിതം എന്ന തരത്തിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മാത്രമല്ല, നമ്മൾ അടക്കമുള്ള നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും നമ്മൾ ഇതിൽ നിൽക്കുന്നത്. ആ സമയത്ത് തെറ്റ് പറ്റാനുള്ള അവസ്ഥകൾ ഒരുപാട് മുന്നിലുണ്ട്. തെറ്റ് പറ്റിപ്പിക്കാൻ വേണ്ടി ഇതുപോലെ നിൽക്കുന്ന കഴുകന്മാർ നമുക്ക് ചുറ്റും മുന്നിൽ ഉണ്ടെന്നുള്ള ജാഗ്രതയോടുകൂടി വേണം ഓരോ കാര്യത്തിലും ഈ പറയുന്ന കാൽവയ്പ് നടത്താനെന്ന് പറയുന്നത്. അതല്ലെങ്കിൽ ഇതുപോലുള്ള അമളികൾ പറ്റും. ഇതുപോലുള്ള കാപട്യം നിറഞ്ഞ ചെകുത്താന്മാരെ നമ്മളെ കുഴിയിൽ വീഴ്ത്തിയിട്ട് ഇതുപോലെ ആർമാദിക്കുന്ന കാണാൻ പറ്റും. ഒരുപാട് പണമുള്ളവരാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതേ തരത്തിലുള്ള അഡ്വക്കേറ്റ്സിനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ ഈസി ആയിട്ട് ഇതിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും ധൈര്യത്തോടു കൂടി ഇത്രയും ആൾക്കാരെ പറ്റിച്ചൊക്കെ ജീവിക്കാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപാര തൊലിക്കട്ടിയുള്ള ഒരു കാര്യമാണ്. അതിന് പറ്റിയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവരുടെ പിന്നിൽ ഉണ്ടാവും എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഇങ്ങനെ തട്ടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന രേഖകളൊക്കെ ഈ പ്രൊവൈഡ് ചെയ്യാൻ അവർക്ക് കഴിയണമല്ലോ. അപ്പം അതൊക്കെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ടീം തന്നെ ഇവർക്കൊക്കെ പിന്നിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവരൊക്കെ വലിയൊരു കെണി ഉരുക്കി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വമ്പൻ ഒരു സ്റ്റാഫ് അടക്കമുള്ള ടീംസ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പം അവരെ അത്രയും കരുതലോടുകൂടി മാത്രമേ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഓരോ കുട്ടികളും എന്താ പറയുന്നത് മുന്നോട്ട് പോകാൻ പാടുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടും. ഞാൻ പറഞ്ഞതുപോലെ കേസ്, കൂട്ടം, വഴക്ക് ഇതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കതൊന്ന് ആ ഒരു ടൈം ഒന്ന് നികത്തി എടുക്കാൻ പോലും നമുക്ക് നിക്കക്കള്ളിയില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ചതിക്കാൻ നിൽക്കുന്നവർക്ക് ഒരു മനസാക്ഷി ഒരിക്കലും ഉണ്ടാവില്ല.